മധുരരാജയുടെ ഓഡിയോ ലോഞ്ച് ട്രാവൻകൂർ കോർട്ട് ഹോട്ടലില് ഹോട്ടലില്ലേ അവിടെ ഓഡിയോ ലോഞ്ച് ഇപ്പുറത്ത്. അപ്പം ഞങ്ങളെല്ലാം അവിടെ റൂമിൽ ഇരിപ്പുണ്ട്. ഒത്തിരി ആർട്ടിസ്റ്റുകളുണ്ട്, ഡയറക്ടേഴ്സ് എല്ലാവരും കൂടെ ഇതും തമാശകൾ പറയും. അപ്പം രമേശനൊരു കഥ പറയും, ഞാൻ ഒരു കഥ പറയും, വീണ്ടും രമേശനൊരു കഥ പറയും. ഇങ്ങനെ അങ്ങോട്ട് ഇത് കാര്യം ആസ്വാദകർ ഇത് ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്നു. ഈ കഥ ഇവിടെ നിന്നൊക്കെ വരണം എന്ന് പറഞ്ഞു. അങ്ങനെ അണ്ണൊരു കഥ, ഞാൻ ഒരു കഥ, വീണ്ടും അണ്ണൊരു കഥ, അത് കഴിഞ്ഞ് ഞാൻ ഒരു കഥ, ഇങ്ങനെ ഇതിൻ്റെ ഇടയ്ക്കൊരാൾ അതൊരു കാര്യം പറയട്ടെ എന്ന് പറയുമ്പോൾ ഇവിടെ വേറെ കഥ തുടങ്ങും. അത് പുള്ളി ഒരു കഥ പറയാനാണ് ഈ പറയണം. ഒരു മലയാളത്തിൽ അറിയപ്പെടുന്ന ആളാണ്. അത് ഞാൻ അപ്പം ഒരു കഥ തുടങ്ങി. അപ്പോൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കഥ പറഞ്ഞുകൊണ്ടിരുന്ന ലാസ്റ്റ് ദേഷ്യപ്പെട്ടിട്ടേ ടേബിളിൽ സ്പൂണെല്ലാം കൂടെ എടുത്തിട്ട് ഒറ്റയുണ്ടല്ലോ പുള്ളി സമയം നോക്കിയിട്ട് ഈ സ്പൂണേ 3D സിനിമ കാണുമ്പോൾ അവിടെ വന്നിട്ട് ഇങ്ങനെ പോകണം, ഒന്ന് അങ്ങോട്ട് പോകണം, ദേഷ്യപ്പെട്ടിട്ട്. അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ച പറഞ്ഞു എനിക്കൊരു കഥ പറയാനുള്ളത്, എല്ലാം എടുത്തു, എല്ലാം പേടിച്ചു. ഇന്ന് ഇത്രയും കോടി മുടക്കിയ പ്രൊഡ്യൂസർ അവിടെ ഇരിക്കണം. ഞാൻ ഇപ്പം ഒരു സ്പൂൺ ഇങ്ങനെ പോകുന്നു, ആ പ്രൊഡ്യൂസർ ഇങ്ങനെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട്. കാര്യം ഇവിടെ ഒരു കഥ നമ്മൾ ഈ ആസ്വദിച്ച് പറയുമ്പോഴത്തേനെ ഇവിടെ ഒന്ന് പറയും, അതിന്റെ കണക്ഷൻ പിടിച്ച് അടുത്തൊരു സാധനം വരും, ഇങ്ങനെ വിളിച്ചു. അപ്പൊ എല്ലാവരും ഇങ്ങനെ പേടിച്ചു. പുള്ളി ഇങ്ങനെ പറയുകയും ചെയ്തു, പുള്ളി ഇങ്ങനെ നിൽക്കുകയും ചെയ്തു. പുള്ളിയെ തന്നെ എല്ലാവരും നോക്കി, എല്ലാവരും അന്തപ്പെട്ട് സ്റ്റക്കായി പോയി. എനിക്കൊരു കാര്യം പറഞ്ഞു, എത്ര നേരം പറഞ്ഞില്ലേ, എല്ലാവരും ഇങ്ങനെ സ്റ്റക്കായി ഇങ്ങനെ ഇരുന്നു. നീ പറഞ്ഞു കുഴപ്പമില്ല കേട്ടോ ചേട്ടൻ പറയാന്ന് പറ. എനിക്കൊരു കാര്യം പറഞ്ഞു, എത്രയാണ് പറഞ്ഞ. അപ്പൊ നീ പറ കുഴപ്പമില്ല കേട്ടോ ചേട്ടൻ പറഞ്ഞു. ഇല്ല ഞാൻ മറന്നുപോയെന്ന്. സീൻ അല്ല, അതായത് ഏതോ ഒരു കഥ പറയുമ്പോൾ അതിന് ഹൂക്ക് ചെയ്തൊരു സാധനം പുള്ളി പറയുന്നത് അത് വേറെ കാര്യത്തിലേക്ക് പോയി. എനിക്കൊന്നും പറയില്ലെന്ന് ഞാനത് മറന്നു ദേഷ്യപ്പെട്ട് ഇറങ്ങി പോവുകയും ചെയ്തു. പിന്നെ അറിയപ്പെടുന്ന പുള്ളിക്ക് അറിയാൻ പറ്റും ഇത് കാണുന്നതിന്റെ. ഇത് പറയുമ്പോ കേൾക്കുന്നുണ്ടായിരിക്കും.